ഇന്ന് നമ്മൾ നമ്മുടെ ദിവസം 5 ആണ്, ഡേ 5 ആണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, കണ്ടില്ലല്ലോ, ഡേ 5 കാണുന്നില്ലല്ലോ എന്ന്. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നുപോയി. അപ്പൊ നമ്മൾ മലയാളത്തിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള ക്ലാസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1, 2, 3, 4 വരെ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സെന്റൻസ് എങ്ങനെ എഴുതാം എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ തുടക്കമാണ് കേട്ടോ ഇത്. അപ്പോ ഇന്ന് നമ്മൾ ഡു, ഡസ്, ഡിഡ് 30 ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സെന്റൻസ് ക്രിയേഷൻ അല്ലെങ്കിൽ ടെൻസസ് ഒക്കെ വളരെ ക്ലിയർ ആവണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യം സംസാരിക്കേണ്ടത് മാത്രമായിട്ട് മാറണം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡു, ഡസ്, ഡിഡ്. കുറേ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, കുറേ പേരുടെ കണ്ടിട്ടുണ്ട്, കുറേ പേർക്ക് മനസ്സിലായി. എങ്കിലും എപ്പോഴും സംശയമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഡു, ഡസ്, ഡിഡ്. ക്ലിയർ ആക്കാം. ഡൂവും ഡസും ഡിഡും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. കൂടുതലും നമ്മൾ അതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡൂവും ഡസും ഡിഡും നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒന്ന് എംഫസിസ് ചെയ്യണം, അതായത് ഊന്നൽ കൊടുത്ത് പറയണം. ചില കാര്യങ്ങൾ നമ്മൾ ഊന്നൽ കൊടുത്ത് സംസാരിക്കേണ്ടി വരും, അല്ലെ? ഞാൻ അങ്ങനെ തന്നെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയേണ്ട സാഹചര്യങ്ങൾ വരാൻ. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് ഡൂവും ഡസും. അല്ലാണ്ട് ഇത് നമ്മൾ കൂടുതൽ ഒന്നും ഉപയോഗിക്കില്ല. എവിടെയാണ്? ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിക്കും, നെഗറ്റീവ് സെന്റൻസിന് ഉപയോഗിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് ഉറപ്പിച്ച് ഊന്നൽ കൊടുത്ത് പറയണമെങ്കിൽ നമ്മൾ ഈ ഡൂവും ഡസും ഡിഡുമാണ് ഉപയോഗിക്കും. ഇത് വളരെ ക്ലിയർ ആയേ? ഇനി അപ്പൊ നമുക്കിനി ആദ്യത്തെ ഭാഗം ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെന്താണ്? ഈ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്. ഓക്സിലറി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയും. ഹെൽപ്പിംഗ് ഒന്നെങ്കിൽ ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ്. ഈ വേർബ് പേരൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊന്നും അത്രയും നിർബന്ധമില്ല. ഒന്നെങ്കിൽ നമ്മൾ അതിനെ ഓക്സിലറി എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരു വ്യക്തിയോട് ചോദിക്കണമെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആദ്യം നമുക്കൊരു WH വേർഡ് വേണം. പിന്നെ നമുക്ക് ഒരു ഓക്സിലറി വേണം. പിന്നെ സബ്ജക്റ്റ് വേണം. പിന്നെ വേർബ് വേണം. അപ്പൊ ഈ വേർബ് എങ്ങനെ വരും? ഈ ഓക്സിലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ക്വസ്റ്റ്യനിൽ വരുന്ന വേർബ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നമ്മൾ ഏത് ടൈപ്സ് ഓഫ് ഓക്സിലറി ആണോ കൊടുക്കുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ വേർബ് വരുന്നത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പോൾ നമ്മളിവിടെ WH ഉപയോഗിക്കുന്നില്ല, ഇതിനെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ശരിക്കും ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഒരാളോട്, ഒരു വ്യക്തിയോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു WH ക്വസ്റ്റ്യൻ വേണം, ഓക്സിലറി വേണം, സബ്ജക്റ്റ് വേണം, വേർബ് വേണം. അപ്പൊ നമ്മൾ ഈ WH അങ്ങ് മാറ്റി വെക്കാം. WH മാറ്റി വെച്ചാൽ പിന്നെ ക്വസ്റ്റ്യൻ ആക്കാൻ എന്ത് വേണം? ഓക്സിലറി വേണം, സബ്ജക്റ്റ് വേണം, വേർബ് വേണം. അപ്പൊ ഇനി നിങ്ങൾ ഡൂവിലും ഡസിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ഡൂവും ഡസും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതായത് നമ്മൾ കഴിഞ്ഞ 1, 2, 3, 4 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടില്ലേ? ഈ റുണ്ട്, പോകാറുണ്ട്, പേനയുടെ മഷി തീർന്നു, പോകാറുണ്ട്, പോകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ സബ്ജക്റ്റും വേർബ് ഫസ്റ്റ് ഫോമുമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. നമ്മുടെ സെന്റൻസ് ഈ റുണ്ട്, പോകുന്നു എന്നൊക്കെയോ പറയേണ്ട അങ്ങനത്തെ സെന്റൻസുകളാണ് നമുക്കുള്ളതെങ്കിൽ അവിടെയാണ് നമ്മൾ ഡൂവും ഡസും ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറി ആണ് ഡൂവും ഡസും. ക്ലിയർ? ഇനി നമ്മൾ ഡിഡിനെ മാറ്റി വെച്ചു. പിന്നെ എന്താണ്? സബ്ജക്റ്റ്, വേർബ് ഫസ്റ്റ് ഫോം ആണ് വേണ്ടത്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ ആണ് ആക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഡൂവും ഡസും ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ്? അപ്പൊ ഡൂവും ഡസും ഏതൊക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മറന്നു പോകരുത് എന്ന്.
യു വി ദേ. ഇത്രയും ആൾക്കാരുടെ കൂടെ നമ്മൾ ഡൂവിനെ വെക്കും. ഹി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഏരിയ ആണല്ലേ. ഷീ, ഇറ്റ്, ഇത്രയും കൂടെ ഡസിനെയും വെക്കും. ഇത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, പക്ഷെ മാറിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് ആക്കേണ്ടത്. ഞാൻ ഇവിടെ എഴുതുകയാണ്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതെനിക്ക് എന്നും ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയണമെന്നാ നമ്മൾ പറഞ്ഞത്? ഈ സെന്റൻസ് ഒന്ന് നിങ്ങൾ ഇംഗ്ലീഷിലാക്കൂ. യെസ്, എങ്ങനെയാണ് ഇംഗ്ലീഷിലാക്കുന്നത്? എനിക്ക് ഐസ്ക്രീം ഇഷ്ടം എന്നുള്ളതാണ് വെർബ്. ഇഷ്ടമാർക്കാണ്? എനിക്കാണ് സബ്ജക്റ്റ്. ഐ ലൈക്ക് ഐസ്ക്രീം. ഇങ്ങനെയാണ് നമുക്ക് സെന്റൻസ് എഴുതേണ്ടത്. ഐ ലൈക്ക് ഐസ്ക്രീം. ഇഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് ഈ ഒരു രീതിയിലാണ് സംസാരിക്കേണ്ടത്. അപ്പോ ഇനി നമുക്ക് നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നല്ലേ നമ്മൾ ഇതിന്റെ ചോദ്യം ചോദിക്കേണ്ടത്. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് നമ്മൾ ചോദിക്കണം. ചോദിക്കണമെങ്കിൽ ഇവിടെ ആണ് എന്നാണ്. ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? WH വേണം, ഓക്സിലറി സബ്ജക്റ്റ് വേർബ്. ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. എന്ത് വേണം? WH, ഓക്സിലറി സബ്ജക്റ്റ് വേർബ്. നമുക്കിവിടെ WHന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഇഷ്ടമാണ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ്, അപ്പൊ നമുക്ക് WH നമ്മൾ മാറ്റി വെച്ചു. ഓക്സിലറി ആണ് ഇനി ആദ്യം വേണ്ടത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറി എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡൂവും ഡെസ്സുമാണ്. നിനക്കിഷ്ടമാണോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിനക്ക് എന്ന് പറയാൻ ഇതിൽ ആര് വേണം? യു വേണം. അപ്പൊ നമുക്ക് ആദ്യം യു കൊടുക്കാൻ പറ്റില്ല. എന്താണ് നമുക്ക് ആദ്യം വേണ്ടത്? ഓക്സിലറി ആണ് ആദ്യം വേണ്ടത്. അപ്പൊ യുവിന്റെ ഓക്സിലറി എന്താണ്? ഡു ആണ്. യുവിന്റെ ഓക്സിലറി ഡു. ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റ്, നീ എന്നുള്ള സബ്ജക്റ്റ്, ഡു യു. ഇനി എന്ത് വേണം? സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ്. ഡു യു ലൈക്ക് എന്ത്? ഐസ്ക്രീം. ഇതെന്തായി മാറി? ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഇങ്ങനെ ചോദിച്ചത് ഡു യു ലൈക്ക് ഐസ്ക്രീം. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോ എന്റെ ഉത്തരം നമ്മളിപ്പോ പറഞ്ഞു, നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കാൻ ഉപയോഗിക്കാം, നെഗറ്റീവ് സെന്റൻസിനും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ പോവുകയാണ്. എന്തെന്നാ പറയേണ്ടത്? എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഞാൻ ഇനി ആക്കാൻ പോകുന്നത്. ഇത് എനിക്ക് എഴുതണം. അപ്പോ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി. എനിക്കാണ് സബ്ജക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ മലയാള സെന്റൻസിന്റെ അവസാന ഭാഗം നമുക്ക് വേർബ് സബ്ജക്റ്റ് കഴിയുമ്പോൾ ഇംഗ്ലീഷിലോട്ട് വരണം. അപ്പൊ എനിക്ക് ഐ എഴുതി. ഇഷ്ടമാണെന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ലൈക്ക് എന്നാണ് എഴുതേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല, നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എനിക്കാണ് ഇഷ്ടമല്ലാത്തത്. ഐയുടെ കൂടെ വരുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണ്. ഈ ഡൂവിന്റെ കൂടെ ഒരു നോട്ടും കൂടെ കൊടുത്തിട്ട് നമ്മുടെ വേർബും കൂടെ കൊടുത്താൽ അത് ഇഷ്ടമല്ല എന്നായി. ഐ ഡു നോട്ട് ലൈക്ക്. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. ഐ ഡു നോട്ട് ലൈക്ക് ഇഷ്ടമല്ല. ഐ ഡു നോട്ട് ലൈക്ക് ഐസ്ക്രീം. അപ്പം നമുക്ക് പോസിറ്റീവ് സെന്റൻസുമായി, നെഗറ്റീവ് സെന്റൻസുമായി, ക്വസ്റ്റ്യനുമായി. ഡു യു ലൈക്ക് ഐസ്ക്രീം? കുറച്ച് പേര് പറയൂ, ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഐസ്ക്രീം. ഡു യു ലൈക്ക് ഐസ്ക്രീം? ഐസ്ക്രീം. ക്ലിയർ ആയോ? അപ്പോ എന്തൊരു കാര്യവും നമുക്ക് ഇഷ്ടമല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ, ഇഷ്ടമല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ സബ്ജക്റ്റ് കൊടുക്കുക. ഒന്നെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, നോട്ട് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക. എന്താണോ സാധനം അത് പറയുക. അത് ഇഷ്ടമല്ല എന്നായി മാറും. എന്താണ്? സബ്ജക്റ്റ് കൊടുക്കുക, ഡു അല്ലെങ്കിൽ ഡസ് കൊടുക്കുക, നോട്ട് ലൈക്ക് കൊടുത്താൽ ഇഷ്ടമല്ല എന്നായിട്ട് മാറും.
ക്ലിയർ ആയോ? വളരെ എളുപ്പമല്ലേ ഇത്? ഇനി നമ്മുടെ സെന്റൻസ് ശ്രദ്ധിക്കുക. അവൾ അധികം സംസാരിക്കാറില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസുകളാണ് അല്ലെ. അവള് അധികം സംസാരിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതെന്താ? അവളുടെ ഒരു സ്വഭാവമാണ്. അവൾ എന്നും അങ്ങനെയാണ് അല്ലെ. അപ്പൊ നമ്മളത് പറയേണ്ട കാര്യം എങ്ങനെയാണ് കാറില്ല എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ സംസാരിക്കുകയാണ് വേർബ്. ചെയ്യുന്ന ആളാരാണ്? അവളാണ്, സബ്ജക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. അവൾ എന്ന് പറയണമെങ്കിൽ ഷീ എഴുതണം. സംസാരിക്കാറുണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്, സംസാരിക്കാറില്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ് അല്ലെ. അവൾ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, അവൾ അധികം സംസാരിക്കാറില്ല, നെഗറ്റീവാണ്. അപ്പോൾ നോക്കൂ, റില്ല എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവള് സ്വഭാവമാണ്, മാറ്റമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരണം അത് ഏതാണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഡൂവോ ഡസ്സോ വരണം. ഷീയുടെ കൂടെ ആരാ വേണ്ടത്? ഡസ് ആണ് വേണ്ടത്. നമ്മൾ നേരത്തെ എഴുതി നെഗറ്റീവ് സെന്റൻസ് ആക്കുക, ഒന്നെങ്കിൽ ഡൂ അല്ലെങ്കിൽ ഡസ് കൊടുക്കുക. ഷീ ഡസ് എന്ന് എഴുതിയാലാവില്ല. ഷീ ഡസ് നോട്ട് സംസാരിക്കുക, ടോക്ക്. ഷീ ഡസ് നോട്ട് ടോക്ക് അധികം, മച്ച്. ഷീ ഡസ് നോട്ട് ടോക്ക് മച്ച്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഡസ് നോട്ട് ടോക്ക്. നമ്മൾ പറഞ്ഞിരുന്നു നെഗറ്റീവ് സെന്റൻസ് ആക്കണമെങ്കിൽ സബ്ജക്റ്റ് ഡു അല്ലെങ്കിൽ ഡസ്, നോട്ട് വേർബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ ഡസ് നോട്ട് ടോക്ക്, അവള് അധികം സംസാരിക്കാറില്ല. ഡസ് നോട്ട് ടോക്ക് ഇവിടെ ഈ ഭാഗം ഇല്ലെങ്കിൽ അവള് സംസാരിക്കാറില്ലെന്നായി. പക്ഷെ മച്ച് കൊടുക്കുമ്പോൾ അധികം സംസാരിക്കാറില്ല. ഷീ ഡസ് നോട്ട് ടോക്ക് മച്ച്, അവള് അധികം സംസാരിക്കാറില്ല. അപ്പൊ നമുക്ക് ചോദ്യം എന്താ ചോദിക്കേണ്ടത്? അവൾ അങ്ങനെ വർത്താനം ഒന്നും പറയാറുണ്ടോ? അവൾ അധികം സംസാരിക്കാറുണ്ടോ? അവളുടെ ഒരു സ്വഭാവം പോലെ നമ്മൾ ചോദിക്കുകയാണ്. അവൾ അധികം സംസാരിക്കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. സംസാരിക്കാറുണ്ടോ? അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമുക്ക് ഓക്സിലറി വേണം. അവളുടെ ഓക്സിലറി എന്താണ്? ഡസ് ആണ്. ഡസ് സബ്ജക്റ്റ്. ഷീ ഡസ്, ഷീ verb, talk, much. Does she talk much? അവൾ അധികം സംസാരിക്കാറുണ്ടോ? ഡസ് ഇവിടെ വന്നു. ഡസ് ഷീ ടോക്ക് മച്ച്. അപ്പൊ നമ്മൾ ഇനി പോസിറ്റീവ് സെന്റൻസ് ആണ് എഴുതേണ്ടത്. അവൾ അധികം സംസാരിക്കാറുണ്ടോ കേട്ടോ. അവൾ ഇങ്ങനെ വല്ലാതെ സംസാരിക്കും, കുറെ സംസാരിക്കും അവൾ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഷീ. ഇതൊന്നും വേണ്ട, നമ്മുടെ സബ്ജക്റ്റ് വേർബ്. ഷീ ഒരാളേ ഉള്ളൂ, അപ്പൊ നമ്മൾ എസ് കൊടുക്കണം. ഷീ ടോക്സ് മച്ച്, കുറേ സംസാരിക്കാറുണ്ട് അവൾ. ഇനി ഞാൻ പറഞ്ഞു നമുക്കതിനൊന്ന് ഊന്നൽ കൊടുക്കണം. ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഉറപ്പിച്ച് പറയണ പോലെ ആകുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഷീ കൊടുക്കുക, ഡസ് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരും. ഈ എസ്സിനെ അങ്ങ് നമ്മൾ എടുത്തു കളയും. ഷീ ടോക്ക് എന്ന് മാത്രമായി മാറ്റും ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടോ. ഷീ ടോക്ക് മച്ച്. ഇത് നമ്മൾ ഒരു ഊന്നൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഷീ ഡസ് ടോക്ക് മച്ച്, ഈ സംസാരിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു മാറ്റം. അപ്പൊ ഡിറ്റ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ക്ലാസ്സിന്റെ നീളം നീണ്ടു പോകും. ഷീ ഡസ് നോട്ട് ടോക്ക് മച്ച്, അവള് അധികം സംസാരിക്കാറില്ല. ഡസ് ഷീ ടോക്ക് മച്ച്, അവള് വല്ലാതെ സംസാരിക്കാറുണ്ടോ? ഷീ ടോക്സ് മച്ച്, അവള് സംസാരിക്കാറുണ്ട് വളരെയധികം. ഷീ ഡസ് ടോക്ക്, അവള് വളരെയധികം സംസാരിക്കാറുണ്ട്. അപ്പൊ ഡൂവും ഡസും മനസ്സിലായിട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഡൂവും ഡസും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനാണ്, ക്വസ്റ്റ്യൻ ആക്കാനാണ്, ഊന്നൽ കൊടുക്കാനാണ്. അപ്പോൾ പിന്നെ ഞാൻ ക്ലാസ്സുകളിൽ കാണുന്ന ഒരു മിസ്റ്റേക്ക്, ഈ ഡസ്സും ഡൂവോ ഡസ്സോ ഡിട്ടോ നമ്മുടെ സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അത് സെന്റൻസ് അല്ല, ഇറ്റ്സ് നോട്ട് എ സെന്റൻസ്, അത് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ സെന്റൻസുകൾ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസവും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു, കമന്റ് ബോക്സിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൂടെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യണമെന്ന്. ഞാൻ കഴിഞ്ഞ 4th ക്ലാസ്സിൽ ഞാൻ അങ്ങനെ 1, 2, 3 വരെയുള്ളതും ചെയ്തിട്ടുണ്ട്. 4th അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. അതിന്റെ മറുപടിയും കൂടെ നിങ്ങൾക്ക് തരാം.
അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കുക, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാകാതെ നിങ്ങൾ ഒരിക്കലും പോയാൽ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് എന്താണ്, ഇംഗ്ലീഷ് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ അവധിക്കാലം വെറുതെ കളയാതെ ഈ അവധി കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാവണം. അപ്പോൾ മക്കൾക്കും കൊടുക്കുക. എത്ര പഠിച്ചിട്ടും മനസ്സിലാകാതെ മുതിർന്നവരുണ്ട് എങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ആവുക. ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.